യൂട്യൂബിൽ 8 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബറാണ് ജിസ്ബി എന്ന കുഞ്ഞാറ്റ. മിറാക്കിൾ ബ്യൂട്ടി വ്ലോഗ്സ് എന്നാണ് കുഞ്ഞാറ്റയുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. ഇപ്പോൾ കുഞ്ഞാറ്റ മാൾട്ടയിൽ സെറ്റിൽ ആയിരിക്കുകയാണ്. കുഞ്ഞാറ്റയുടെ മുൻ ഭർത്താവായിരുന്ന അമലുമായിട്ട് കുഞ്ഞാറ്റ ഡിവോഴ്സ് ആയിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴും ഇവർക്കിടയിൽ എന്തൊക്കെയോ പുകയുന്നുണ്ട്. ഇപ്പോൾ ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് കുഞ്ഞാറ്റ. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തീരെ ആഗ്രഹിക്കുന്നില്ല. പണ്ടത്തെ പോലെ ഒരു നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കാനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു ഇതിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു പീസ്ഫുൾ ലൈഫിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്കിടെ കയറിയിട്ട് കുറെ ഓസ്കാർ ലെവൽ ആക്ടിംഗ് ഒക്കെ കാണുമ്പോൾ നമ്മളെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഓരോന്ന്. അപ്പോൾ ഇതിനകത്ത് പെട്ടുപോയ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതായത് പൊന്നൂസ് ഞാൻ എന്നാണ് യൂട്യൂബ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാമിന്റെ പ്ലാറ്റ്ഫോം തുടങ്ങി അന്ന് തൊട്ട് എനിക്ക് അറിയാവുന്ന ഒരു കൊച്ചാണ്. അവള് ജീവിതത്തിലോ കുടുംബജീവിതത്തിലോ ഇങ്ങനെ ഒരു കാര്യമോ അല്ലെങ്കിൽ അവൾ ഇതിനകത്ത് പെട്ടുപോയതാണ്. മീൻസ് അവളുടെ പേര് വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര അങ്ങനെ പോയിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവളുടെ പേരും വേറെ കുറച്ച് ഇൻഫ്ലുവൻസറിന്റെ പേരും വേറെ കുറച്ച് പേരുടെ പേരോടെയും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തപ്പോൾ ആ ചാറ്റിൽ അത് പെട്ടുപോയതാണ്. അല്ലാതെ പൊന്നൂസ് ഈ ഒരു പ്രശ്നത്തിലും അല്ല അവൾക്ക് ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി. അതുപോലെ തന്നെ അവളുടെ ജീവിതത്തിൽ എനിക്കറിയാവുന്നതിൽ വെച്ചിട്ട് അവൾ ഏറ്റവും നല്ലൊരു കുടുംബിനി തന്നെയാണ്. നന്നായിട്ട് കുടുംബം നോക്കുന്നത്. അതുപോലെ തന്നെ ഒരാൾക്കും ഇതുവരെ മോശമായിട്ട് മെസ്സേജ് മറ്റേ വ്യക്തി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഗമ ഞാൻ അവരുമായിട്ട് അങ്ങനെ പോയിട്ടുണ്ട്, ഞാൻ അവരുമായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. അങ്ങനെ ഒരു പ്രശ്നം അങ്ങനെ ഒരു ഇത് നേരത്തെ കണ്ട ഒരു കാര്യമാണത്. ഞാൻ ആ ഒരു മെസ്സേജ് ഞാൻ നേരത്തെ കണ്ടതാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് അന്നേ പൊന്നൂസായിട്ട് സംസാരിച്ച് അത് എന്താണെന്ന് തീരുമാനം ഉണ്ടാക്കാറുണ്ടല്ലോ. ഞാൻ അവളുടെ അടുത്ത് ചോദിക്കുക പോലും, ഇത് ഇത്ര അറിഞ്ഞിട്ട് ഞാൻ ചോദിക്കുക പോലും ചെയ്തില്ല. കാരണം എനിക്കറിയാം അവൾ എങ്ങനെയുള്ള ഒരാളാണെന്ന്. അതുപോലെ തന്നെ ഈ വ്യക്തി എങ്ങനെയുള്ള ഒരാളാണെന്നും ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വലിയ പൊങ്ങച്ചം പറയുന്ന രീതിക്ക് അതും എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേരും ഈ പൊന്നൂസും അതുപോലെ തന്നെ എന്റെ അമ്മേനെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വൃത്തികെട്ട രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ അല്ലാതെ ഇതിനകത്തോട്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഇൻഫ്ലുവൻസ്ഡ് അല്ല. ഇതിനകത്ത് അയച്ച കുട്ടികളെല്ലാം എനിക്ക് തിരിച്ച് മെസ്സേജുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ അയക്കാത്തവരുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെയും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിനകത്ത് വേറെ ഒരാളും ഇത് ഇൻവോൾവ് അല്ല. എനിക്ക് അറിയാവുന്നതിൽ വെച്ച് പൊന്നൂസ് നല്ലൊരു വ്യക്തിയാണ്, എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് കൂടിയാണ് അവള്. താങ്ക് യു. ഞാനിപ്പോൾ കുറച്ച് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരാളുടെ 2023 ഞാൻ ഡിവോഴ്സിന് വേണ്ടിയിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തത് അയാൾക്ക് മെസ്സേജ്, അതായത് ഞാൻ അമലിന് മെസ്സേജ് അയച്ച് അമല് മോശക്കാരനാണെന്ന് ചിത്രീകരിച്ച് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അതെ ഞാൻ അമലിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതും പറഞ്ഞ് തന്നെയാണ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് മന്ത് ഇവന്റെ കോളേജിലുള്ള ഒരു പെൺകുട്ടിയായിട്ട് മെസ്സേജ് അയച്ചു. ആളായിട്ട് ഞാൻ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. ഞാൻ ആളുമായിട്ട് ഇവൻ മെസ്സേജ് അയച്ചു. വളരെ വൾഗർ ആയിട്ടുള്ള രീതിയിൽ മെസ്സേജ് അയച്ചു. ഞാനത് കണ്ടു, പിടിച്ചു. രണ്ട് കൂട്ടരും പറഞ്ഞു, ക്ഷമിച്ചു, വിട്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവൻ മെസ്സേജ് അയച്ചു. നമ്മുടെ ഫാൻ പേജുകളൊക്കെ നടത്തുന്ന ഏതോ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചു. ഫാൻ പേജ് മുഴുവൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫാൻ പേജ് നടത്തുന്ന പെൺകുച്ച് മെസ്സേജ് അയച്ച സ്ക്രീൻഷോട്ട് ഇവൻ കുറച്ച് ന്യൂഡ് പിക്ചേഴ്സ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് അതിങ്ങനെ ഒരു 5-6 കേസ് കഴിഞ്ഞ പിന്നെയാണ് ഇവൻ ഇതെല്ലാം നിർത്തി. ഞാനിനി ഇങ്ങനെയൊന്നും പോവത്തില്ല, അപ്പോൾ ഇനി ഇതുപോലെ ഒന്നും ഞാൻ പോവില്ല, ഞാൻ ഇങ്ങനെയൊന്നും ആവത്തില്ല, ഞാൻ MDMA ഒന്നും യൂസ് ചെയ്യത്തില്ല, ഞാൻ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് വാക്കും തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ കുറച്ച് ഇഷ്യൂ ഉണ്ടായി. ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നു. മിക്കുവിന് 10 മാസം പ്രായമുള്ളൂ. അപ്പോൾ വീട്ടിൽ പോയി നിന്നു. വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞാനൊരു പുതിയ സിം എടുത്തിട്ട് ഞാൻ അതായത് അമൽ പൗലോസ് എന്ന വ്യക്തിക്ക് ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ വേറൊരു പെൺകുട്ടിയാണെന്നുള്ള രീതിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഈ ഒരു കുട്ടിയാണ്, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ അതായത് എനിക്ക് ഓൾറെഡി പുള്ളിനെ ഡൗട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെയാണോ, അത് ഇവൻ ഇതുപോലെ തന്നെയാണോ, പണ്ടത്തെ പോലെ തന്നെയാണോ ഇപ്പോഴും എന്നറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇവൻ MDMA യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിച്ചപ്പോൾ ഇവൻ MDMAയുടെ പിക്ചേഴ്സ് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ ഇപ്പോഴും MDMA യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെൺപിള്ളേർക്ക് ഇതുപോലെ തന്നെ ആയിരിക്കും. അതായത് ഒരാൾ ചാറ്റ് ചെയ്യുവാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇതുപോലെ തന്നെ റിപ്ലൈ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവൻ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ പഴയ കാര്യങ്ങളും അതുപോലെ തന്നെ ഇവൻ ഇപ്പോഴും ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നുണ്ട്, ഇതുപോലെ പെൺപിള്ളേർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അതെല്ലാം സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് ഞാൻ അന്ന് പെറ്റീഷൻ ഫയൽ ചെയ്തത്. സോ ഇതുപോലെയാണ് ഞാൻ 2023 ഫസ്റ്റ് കേസ് ഫയൽ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് നാൾ എൻ്റെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളിയായിട്ട് സംസാരിച്ചു, ഒരു കൗൺസിലിംഗ് കൂടി. ഇപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്താ, പുള്ളി കരയുന്നു, മെഴുകുന്നു, അപ്പൊ പുള്ളി ഇനി നന്നാവും, അങ്ങനെയാണ്, ഇനി ഒരു ഇത് ഉണ്ടാവത്തില്ല എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും കൊച്ചിന് വേണ്ടിയിട്ട് ജീവിതം മുന്നോട്ട് പോവാണ്. ഓൾറെഡി എൻ്റെ ട്രസ്റ്റ് അവിടെ നഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ പുള്ളിയുടെ കൂടെ ജീവിക്കാൻ തയ്യാറാവുകയാണ് മിക്കുവിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ്ലി കാണുമ്പോൾ അല്ലെങ്കിൽ ഇത് തന്നെ റിപ്പീറ്റ്ലി ചെയ്യുമ്പോൾ ഞാൻ ഇതിനൊക്കെ എന്ത് ഉത്തരമാണ് തരേണ്ടത്?
അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇതിന് ചെയ്യേണ്ടത്. ഞാനൊരു ഡിവോഴ്സിന്റെ പോസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ചു. ഈ മെസ്സേജൊക്കെ ഇവന്റെ ആരയച്ചതാണ്, അത് ആരയച്ചതാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് കുറെ പെൺകുട്ടികൾ അയച്ചേക്കുക, ചേച്ചി അന്ന് പറയാൻ പറ്റിയില്ല, നിങ്ങളുടെ ഫാമിലി തകരണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അന്ന് പറയാൻ പറ്റി. ഇപ്പൊ ഞാനിട്ട പോസ്റ്റിന്റെ ഇതില് ബേസ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചി എങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്കൊരു എക്സ് പോലും ഉണ്ടായിട്ടില്ല. ഞാൻ +2 പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ 10th പഠിക്കുമ്പോഴോ വേറൊരു ലവറോ അല്ലെങ്കിൽ വേറൊരാളോ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ആകെ സ്നേഹിച്ചത് ഈ മഹാപാപിയെയാണ്. സ്നേഹിച്ചു, അവനെ കല്യാണം കഴിച്ചു. എനിക്ക് അങ്ങനെ എക്സോ അല്ലെങ്കിൽ ഞാൻ കുറെ പേരുടെ കൂടെ നടന്നിട്ടോ അല്ലെങ്കിൽ കുറെ പേർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവോ അങ്ങനെയുള്ളൊരു സംഭവം എൻ്റെ ലൈഫിലില്ല. അപ്പോ അങ്ങനെ ഇത്രയും നാൾ ഞാൻ സ്ട്രഗിൾ ചെയ്ത് നിന്നില്ലേ. അപ്പൊ ഇനി കുറച്ച് എൻ്റെ ലൈഫിൽ നടന്ന കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ എന്തായാലും എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഈവൻ ഞാൻ അനുഭവിച്ച സ്ട്രഗിൾസ്. ഇത് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് ചിലപ്പോൾ ഒരു ഡ്രഗ്സിന്റെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ ഇപ്പൊ ഞാൻ പറയുന്ന, അതായത് പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ചു എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ ഇതിനപ്പുറം നടന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതും കൂടിയും പറയണ്ടേ നമുക്ക്. ഞാനിപ്പോ കുറച്ച് തിരക്കിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. എന്തായാലും എന്നെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുമ്പോൾ എനിക്ക് അതിനെതിരെ പ്രതികരിച്ചേ പറ്റുള്ളൂ. ഞാൻ ലീഗലി ഓൾറെഡി ഞാൻ കേസായിട്ട് മൂവ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എന്നെ കാര്യമാക്കുമ്പോൾ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ മിക്കോനെ കാണിക്കാത്തതിന്റെ കേസിലും അവൻ ഓൾറെഡി അതിന്റെ കാര്യം ഞാൻ പറയാം. കാണിക്കാത്ത കേസൊന്നുമല്ല, അവന് കാണാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ടാവും. വന്ന് കാണാത്ത ഞങ്ങളുടെ കുഴപ്പമല്ല. പിന്നെ ഉള്ളത് മിക്കോനെ കാണിക്കുന്നില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മിക്കോനെ കാണിക്കുന്നില്ല എന്ന് പറയുന്നത്, മിക്കു ഇപ്പൊ എന്റെ കയ്യിൽ പെർമനന്റ് കസ്റ്റഡിയാണ്. അതുപോലെ തന്നെ മിക്കുവിനെ കാണാനുള്ള എല്ലാവിധ അവകാശങ്ങളും കോടതി പ്രകാരം അവനുണ്ട്. അമൽ പൗലോസ് എന്ന മിക്കുവിന്റെ അപ്പനുണ്ട്. അതുപോലെ തന്നെ മിക്കുവിന്റെ അപ്പന് കാണാനുള്ള അവകാശം, ചെലവിന് കൊടുക്കാനുള്ള അവകാശം 5000 രൂപ വെച്ച് മാസം ചെലവിന് കൊടുക്കാനുള്ള അവകാശമുണ്ട്. ജാനുവരി 2026, അതായത് ഈ വർഷം ജാനുവരിയിൽ, അതിന് മുന്നേ 2 മാസം മുന്നെയാണ് നമുക്ക് ഈ ഒരു ഉത്തരവ് കിട്ടിയത്. അന്ന് ഒരു 2 മാസം നവംബറിലും ഡിസംബറിലും ജാനുവരിയിലും ആണോ എന്നറിയില്ല, 2 മാസം പുള്ളി ചെലവിന് കൊടുത്തിട്ടുണ്ട്. കൊച്ചിന് 5000 രൂപ വെച്ച് എന്റെ പപ്പയുടെ അക്കൗണ്ടിലോട്ടാണ് ഇടേണ്ടത്. അങ്ങനെ 5000 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുള്ളിനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോണും പുള്ളി മിക്കുവിന് കൊണ്ടേ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജാനുവരിയില്, ഈ വർഷം തുടക്കത്തില് ജാനുവരിയില്, കൊച്ചിന് എന്നോട് സ്നേഹമല്ല, എനിക്കിനി കൊച്ചിനെ വേണ്ട, എനിക്കിനി കൊച്ചിനെ വിളിക്കണമെന്നുമില്ല, ഞാൻ ഇനി കൊച്ചിനെ കാണാൻ വരുന്നുമില്ല, ഞാനിനി കൊച്ചിനെ കാണാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ വക്കീലിനോട് സംസാരിച്ച് കൊച്ചിന്റെ കയ്യിൽ നിന്ന് കൊച്ചിനെ വിളിച്ചുകൊണ്ടിരുന്നു. ആഴ്ചയിൽ 2 തവണ വിളിക്കായിരുന്നു. അതുപോലെ തന്നെ മാസത്തിൽ 2 തവണ കാണാറുന്നു. അത് കോടതി വളപ്പിൽ വെച്ചിട്ടാ കാണാൻ പോളൂ, കാരണം അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളല്ല ഈ കൊച്ചിനെ ഇത് ചെയ്യണതിന്റെ പെറ്റീഷണർ, പുള്ളിയാണ് പെറ്റീഷണർ. പുള്ളി ഞങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്നതാണ്, അല്ലാതെ കൊച്ചിനെ എടുത്തോ പെർമനന്റ് കസ്റ്റഡി എടുത്തോ എന്ന് പറഞ്ഞ് പുള്ളി പെറ്റീഷൻ കൊടുത്തിട്ട് എഴുതി തന്നിരിക്കുന്നതാണ് മിക്കു. അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണാനുള്ള അവകാശം, അതുപോലെ തന്നെ ചെലവിന് കൊടുക്കണം, 5000 രൂപ ചെലവിന് കൊടുക്കണം, അതൊക്കെ ഉണ്ട്. പക്ഷേ ആദ്യത്തെ ഒരു 2 മാസം എനിക്ക് തോന്നുന്നു ഡിസംബറിലും ജാനുവരിയിലും പുള്ളി ചെലവിന് കൊടുത്തിട്ടുണ്ട്. ഒരു 2-4 തവണ എങ്ങാണ്ട് പുള്ളി കൊച്ചിനെ വിളിച്ചിട്ടുണ്ട്, 2 തവണ കൊച്ചിനെ കണ്ടിട്ടുണ്ട്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് കൊച്ചിനെ വേണ്ട, കൊച്ചിനെ കാണണ്ട, ഇനി കൊച്ചുമായിട്ട് ഒരു ഇതുമില്ല, അതുകൊണ്ട് ഞാൻ എന്റെ ഫോൺ തിരിച്ച് മേടിക്കാന്ന് പറഞ്ഞ് ഫോൺ തിരിച്ച് മേടിച്ചുകൊണ്ട് പോയ ഒരാളാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് എൻ്റെ കൊച്ചിനെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് ഇതാക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൊച്ചിനെ കാണണമെന്നുണ്ടെങ്കിൽ ഇനി കോടതി വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ മൂവ് ചെയ്ത് പോയി കാണേണ്ടതാണ്. അതിന് ഓൾറെഡി കോടതിയിൽ നിന്നൊരു ഉത്തരവ് കിട്ടിയതാണ്. ഇനിയും കോടതി വഴി പോകണം. കാരണം ഇത്രയും നാളും ചെലവിന് തരാത്തതുകൊണ്ടും കൊച്ചിനെ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ടും കൊച്ചിനെ വിളിക്കാത്തതുകൊണ്ടും ഇനിയും കോടതി വഴി തന്നെ പോയാലാണ് അതിന് അതിൻ്റെതായ രീതിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് എൻ്റെ കുട്ടീനെ കാണിക്കുന്നില്ല, അവർക്ക് പൈസ കൊടുത്താലേ കാണിക്കുള്ളൂ എന്നൊക്കെ പറയുന്നത്, അതായത് ഇത്രയും നാളത്തെ പൈസ, അതായത് മാസം 5000 രൂപ വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും നാൾ വരുമ്പോൾ അത്യാവശ്യം ഒരു എമൗണ്ട് ആവും. കൊച്ചിന്റെ ഫീസ് വരുന്നത് ബെക്ചേദല പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്, CBSE ആണ്. അത്യാവശ്യം ഫീസ് ഉണ്ട്, ഏകദേശം ഒരു 42,000 ഇപ്പൊ ഏകദേശം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഹാഫ് അവൻ തരണം. അപ്പൊ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കൊച്ചിനെ നോക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ചെലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഞാനാണ് കുഞ്ഞിനെ നോക്കുന്നത്, കുഞ്ഞിന് ചെലവിന് കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും അവന്റെ പൈസ ഉൾപ്പെടെ ഞാനാണ് കൊടുക്കുന്നത്. അപ്പോൾ കൊച്ചിനെ നോക്കേണ്ട രീതിക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിനെ കാണാനും വിളിക്കാനുള്ള അവകാശങ്ങൾ എല്ലാവർക്കും ഉണ്ട്.